ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ലോഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആണ് ഗായ്സ്. അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് നമ്മുടെ പവർ പേസിൽ ഇന്ന് കുറച്ച് റണ്ണിങ് സെഷനും ബോളിംഗ് ഡ്രിൽസും ആയിരിക്കും ഇന്നത്തെ സെഷൻ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് പോലെ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളും ഇന്നത്തെ വെതർ കണ്ടീഷനും മഴയൊക്കെ പെയ്യണമെങ്കിൽ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പവർ പേസിൽ ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് ഒക്കെ എടുക്കാം ഗായ്സ്. ബൈ. ഓലെ സ്കിപ്പ് തുടങ്ങല്ലേ? ഇങ്ങനെ എത്ര ആണോ? 25 28, 30. ഞാനും ശരത്തേന് നമ്മളെ റണ്ണിങ് സെഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി. ശരത്തേട്ട് എങ്ങനെ ഉണ്ടായിരുന്നു റണ്ണിങ് സെഷൻ? അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നല്ലേ? അടിപൊളി. അപ്പോൾ ഗൈസ്, റണ്ണിങ് സെഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ബോളിംഗ് ഡ്രിൽസ് ഒക്കെ ചെയ്യാൻ പോവാണ്. ശരത്തേട്ട് എന്തായാലും ബാറ്റിംഗ് ഡ്രിൽസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നല്ലേ? ഓക്കെ ഗൈസ്, അപ്പം കുറച്ച് റിലാക്സ് ആയിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പോൾ അതുപോലെ നമ്മുടെ പാർട്ട് ടൈം ഷിഫ്റ്റിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എന്നൊക്കെ വീഡിയോ എടുക്കാൻ നോക്കാം അന്നൊക്കെ മഴയാണ്, ആകെ മൊത്തത്തിൽ മഴയൊക്കെ ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഏകദേശം 4 ഓർഡർ ആയിട്ടുണ്ട്. 5ാമത്തെ ഓർഡർ ഇപ്പോൾ അടിച്ചു. പുതിയൊരു കടയാണ്, തമിഴൻ ബിരിയാണി എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, അതുകൊണ്ടാണ് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാത്ത. എന്തായാലും ബാക്കി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ ഏകദേശം 6 ഓർഡർ ആയിട്ടുണ്ട്. 6 ഓർഡറിൽ ഏകദേശം 510 ആയിട്ടുണ്ട്. ചെറുതായിട്ട് ചെറുതായിട്ട് കുറവുണ്ട്. പിന്നെ നമ്മളിപ്പം 7ാമത്തെ ഓർഡർ അടിച്ചേക്കുന്നത് നമ്മുടെ മദേഴ്സ് വെച്ച് പ്ലാസയിലാണ്. ഏകദേശം ഏണിങ്സ് ഏകദേശം 510 ആയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റാണ്, വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്മൂത്തായിട്ട് ഓടാം. വൈകിട്ട് എന്തായാലും പ്രാക്ടീസ് ഇല്ല, മഴ കാരണം പ്രാക്ടീസ് സെഷൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഇന്ന് ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് കാണിക്കാം. രാത്രി മഴ ഇല്ലെങ്കിൽ ഇന്നത്തെ ഏണിങ്സ് കാണിക്കാം ഗൈസ്. നമ്മളങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് വൈകിട്ട് പ്രാക്ടീസിന് പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്രാക്ടീസിന് പോയില്ല. അപ്പം വൈകിട്ട് ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷായി അടുത്ത ഈവനിങ് ഷിഫ്റ്റിന് പോകാൻ ടൈമായി. കുളിച്ചിട്ട് വീട്ടിൽ നിന്നൊരു എന്തായാലും നമ്മൾ ഈവനിങ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കാം ഇന്ന് ഏകദേശം എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അടിപൊളി ചായ, നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് ചായയാണ് അമ്മ വീട്ടിലേക്ക് തന്നെയാണ്. നമുക്ക് ബാക്കി വിഷ്വൽസും കാര്യങ്ങളും എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. ഈവനിങ് നല്ല മഴക്കാറായിട്ടൊക്കെ നിൽപ്പുണ്ട്, നല്ല മഴയായിരിക്കും. അപ്പം നമുക്കിനി ഇന്നത്തെ ഫുൾ ഡേ സ്വിഗ്ഗി ഏണിങ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. ഗൈസ്, അവർ നമ്മുടെ ഈവനിങ്ങിൻ്റെ ഫസ്റ്റ് ഓർഡർ നമ്മുടെ ഹോട്ടൽ ഈസൻറ്റിൽ നിന്നാണ് അടിച്ചേക്കുന്നത്. നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബായൊക്കെ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഓർഡർ എടുക്കും. പരിപാടികളൊക്കെ അവിടെ നടക്കും. പക്ഷെ നമ്മൾ ടാർഗറ്റൊക്കെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുക ഗൈസ്. നമ്മളങ്ങനെ നമ്മളെ ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മളിതാ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇന്ന് ഒരു 4.5 മണിക്കൂർ വർക്ക് ചെയ്ത് കാണും. 1200 രൂപ നമ്മൾ ഇന്നത്തെ ഏണിങ്സ് ആണ് ഗൈസ്.
അപ്പോൾ സ്വിഗ്ഗിയിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല, അത്യാവശ്യം നല്ല ഏണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വ്ളോഗിൽ നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഡെയിലി ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും സ്വിഗ്ഗിയിൽ അല്ലേ ഗൈസ്? അപ്പം ഞാൻ വീട്ടിൽ എത്തി. ഏണിങ്സ് 1200 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നൊരു ഡിന്നർ എന്തായാലും ചപ്പാത്തിയും ഫിഷ് കറിയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ മീൻ കറി. അപ്പം വരൂ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഡിന്നറോടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഡിന്നർ റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തിയും മീൻ കറിയാണ്. ഞാൻ കണ്ടില്ലേ ഗൈസ്, ചപ്പാത്തിയും മീൻ കറിയും. അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളെ ഫുഡ് റെഡിയൊക്കെ കഴിച്ച് ചപ്പാത്തി മീൻ കറിയൊക്കെ കഴിച്ച് ഞാൻ എന്താ ഇവിടെ ഇരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്ളോഗർ മറ്റൊരു വ്ളോഗറിൻ്റെ വീഡിയോ കണ്ട്, ഞാൻ ഡെയിലി കാണുന്ന കാർത്തിക് സൂര്യയുടെ വ്ളോഗാണ്. അപ്പം അതുപോലെ ഞാൻ പുള്ളിക്കാരൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ ഗൈസ്, പുള്ളിക്കാരൻ്റെ വ്ളോഗ് ഞാൻ ഡെയിലി കാണും. ഏകദേശം കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ കണ്ട് പഠിക്കാറുണ്ട്. ഒരുപാട് നാളായി, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാൻ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് കാണുകയാണ്. പുള്ളിക്കാരൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വ്ളോഗ് തുടങ്ങിയത്. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ മനോഹരമായ ഡേ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കുക.